ഹലോ എവരി വൺ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വരുമ്പോൾ അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അല്ലേ. +2 സയൻസ് കഴിഞ്ഞതാണ്, അപ്പോൾ എന്തെല്ലാമാണ് പഠിക്കാനുള്ളതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു നഴ്സിംഗ്, നിങ്ങളിപ്പോൾ തേർഡ് ഇയർ ആയി, BSc നഴ്സിംഗ് തേർഡ് ഇയർ ആയി. ഇവർ സുയോ കോളേജ്, മൈസൂരിലെ സുയോ ഹോസ്പിറ്റലിൻ്റെ കോളേജാണ് സുയോ ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ തേർഡ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരോട് അവർ തേർഡ് ഇയർ വരെയുള്ള അവരുടെ ലൈഫ് സ്റ്റോറീസ് എന്തൊക്കെയാണ്, അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്കൊന്ന് ചെയ്യാം, ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് അവർ BSc നഴ്സിംഗിലേക്ക് പോകുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, എന്തെല്ലാം പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലാബ് എന്തെല്ലാം ചെയ്യാനുണ്ട്, ക്ലിനിക്കൽ പ്രാക്ടീസ് എങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ഡൗട്ട്സ് ഒക്കെ എന്ത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ പേരൊക്കെ ആദ്യം ചോദിച്ചു നോക്കാം. പേരെന്തായിരുന്നു? എൻ്റെ പേര് ജിബിൻ. എൻ്റെ പേര് അനിറ്റ. എൻ്റെ പേര് മെർലി. അനിറ്റ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് അല്ലേ. കാരണം BSc നഴ്സിംഗ് പഠിക്കുമ്പോൾ എന്താണെങ്കിലും ഹോസ്റ്റലായിരിക്കും നിൽക്കുക. അപ്പോൾ ഒരു ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഫസ്റ്റ് മാറി നിന്നപ്പോൾ ആദ്യം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. എന്തായിരുന്നു എക്സ്പീരിയൻസ്? തീർച്ചയായും ഹോം സിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് +2 കഴിഞ്ഞ് പെട്ടെന്നൊരു മാറ്റം. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ ഫസ്റ്റ് ടൈമാണ് നിൽക്കുന്നത്, അതിൻ്റേതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് റൂമൊക്കെ അലോട്ടഡ് ആയിരുന്നു. പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പിള്ളേരൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഓൾറെഡി അങ്ങനെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ വന്നൊന്നുമല്ല. അപ്പം പലരുമായിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് റൂമൊക്കെ സെറ്റായി. പിന്നെ പയ്യെ ഞങ്ങൾക്ക് വാർഡനൊക്കെ ഉണ്ടായിരുന്നു, മലയാളി വാർഡനാണ്. സോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫുഡും എല്ലാം മലയാളി ഫുഡ് ആയതുകൊണ്ടും വലിയ കുഴപ്പങ്ങളൊന്നും വന്നില്ല. പിന്നെ പയ്യെ എല്ലാം ഓക്കെ ആയി, എൻവയോൺമെൻറ്റുമായിട്ടൊക്കെ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയി. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഓക്കെ, മെർലിൻ, എത്ര നാളുകൊണ്ട് ഫ്രണ്ട്സ് ഒക്കെ ആയി? ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയി അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ വന്ന ഒരു 1 to 2 വീക്ക് അല്ലെ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റഡ് ആവും അല്ലെ. ഫുഡുമായിട്ടും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് നമ്മളങ്ങ് അറ്റാച്ച്ഡ് ആവും അല്ലെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സിനെ കുറിച്ച്, ഫസ്റ്റ് ഇയർ എന്തൊക്കെ സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, ആ സബ്ജക്ട്സ് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണ്, ഓക്കെ, അതിനുവേണ്ടി എന്തെല്ലാം ബുക്സ് ഒക്കെ ഫോളോ ചെയ്യണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ജിബിൻ ഒന്ന് സംസാരിക്കാം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് പഠിക്കാനായിട്ട് മെയിനായിട്ടുണ്ടായിരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അനാട്ടമി ഫിസിയോളജി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സോഷ്യോളജി ആൻഡ് സൈക്കോളജി. അനാട്ടമി ഫിസിയോളജി ഒരു സബ്ജക്റ്റ് തന്നെയാണോ? ഒറ്റ പേപ്പർ ആയിട്ടാണ് വരുന്നത്. മീൻസ് ഒറ്റ സബ്ജക്റ്റ് ആണ്, പക്ഷെ നമ്മൾ 2 പേപ്പറായിട്ടാണ് അതിൻ്റെ എക്സാം എഴുതുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് എക്സാം ഉണ്ടായിരുന്നത് അനാട്ടമി ഫിസിയോളജി ആയിരുന്നു, പിന്നെ സൈക്കോളജി സോഷ്യോളജി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സെക്കൻഡ് സെമ്മിൽ വരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ ആണ് അതിൻ്റെ എക്സാം വരുന്നത്. നഴ്സിംഗ് ഫൗണ്ടേഷൻ നമുക്ക് ഫസ്റ്റത്തെയും സെക്കൻഡും സെമ്മും കൂടെ ഒരുമിച്ച് നമുക്ക് സെക്കൻഡ് സെമ്മിലാണ് എക്സാം. നമുക്ക് ഫസ്റ്റ് സെമ്മിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാട്ടമി ഫിസിയോളജി, അതുപോലെ തന്നെ സോഷ്യോളജി സൈക്കോളജിയാണ്. പിന്നെ സെക്കൻഡ് സെമ്മിൽ നമുക്ക് വരുന്നത് നഴ്സിംഗ് ഫൗണ്ടേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമുക്ക് വരുന്നത്. ഇതിൽ നഴ്സിംഗ് ഫൗണ്ടേഷന് നമുക്ക് ഫസ്റ്റ് സെമ്മിലും അവൈലബിൾ ആണ്, അതുപോലെ സെക്കൻഡ് സെമ്മിലും നമുക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ എക്സാം നമുക്ക് ഒരുമിച്ച് സെക്കൻഡ് സെമ്മിലാണ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ ക്ലിനിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ്? ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആദ്യത്തെ ഒരു 2-3 മാസത്തെ ക്ലാസ്സിന് ശേഷം നമുക്ക് എക്സ്പോഷർ തരുന്നുണ്ട്. മീൻസ് ഒരു മാസം നമുക്ക് ഹോസ്പിറ്റൽ എക്സ്പോഷർ തരുന്നുണ്ട്. ലാബ് എക്സാം ഒക്കെ വരുന്നുണ്ടോ? ഫസ്റ്റ് ഇയർ വരുന്നുണ്ടോ? ഫസ്റ്റ് സെമ്മിൽ നമുക്ക് വരുന്നില്ല, കാരണം നമുക്ക് പ്രാക്ടിക്കൽ എക്സാം വരുന്നത് നമുക്ക് സെക്കൻഡ് സെമ്മിലാണ്. സെക്കൻഡ് സെമ്മിലാണ് പ്രാക്ടിക്കൽ എക്സാം വരുന്നത്. നഴ്സിംഗ് ഫൗണ്ടേഷനോട് അനുബന്ധിച്ചാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം വരുന്നത്. അത് നഴ്സിംഗ് ഫൗണ്ടേഷന് മാത്രമേ ഉള്ളോ അതോ എല്ലാത്തിൻ്റെയും ഉണ്ടോ? അല്ല, നഴ്സിംഗ് ഫൗണ്ടേഷന് മാത്രമാണ് പ്രാക്ടിക്കൽ എക്സാം വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സെക്കൻഡ് ഇയർ മുതലുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? സെക്കൻഡ് ഇയറിൽ മെയിനായിട്ട് വരുന്നത് 3rd സെമ്മും 4th സെമ്മും ആണ്. 3rd സെമ്മിൽ മെയിനായിട്ട് വരുന്നത് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോള്, പിന്നെ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 ആണ്. ഇതിനകത്ത് ഇത് രണ്ടും ഞങ്ങൾക്ക് എക്സാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഫാർമക്കോളജി പാത്തോളജി ഉണ്ട് പഠിക്കാൻ, അത് ഫസ്റ്റ്. അത് പക്ഷേ എക്സാം ഇല്ല, യൂണിവേഴ്സിറ്റി എക്സാം ആകെയുള്ളത് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോളും പിന്നെ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 ആണ്. അതിൻ്റെ അഡൾട്ട് ഹെൽത്ത് നഴ്സിങ്ങിന് പ്രാക്ടിക്കൽ സൈഡും ഉണ്ട്, അത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പിന്നെ 4th സെമ്മിലോട്ട് വരുമ്പം ഈ അഡൾട്ട് ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടും പിന്നെ എക്സ്ട്രാ വരുന്നത് പാത്തോളജി ഫാർമക്കോളജിയാണ്. അത് 1ഉം 2ഉം ഒരുമിച്ചാണ് എക്സാം. ഇത്രയാണ് സെക്കൻഡ് ഇയറിൽ ടോട്ടലായിട്ട് വരുന്നത്. പിന്നെ അഡൾട്ട് ഹെൽത്ത് നഴ്സിംഗ് 2വിന് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡും ഉണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാം അത് തന്നെയാണ് വരുന്നത് അല്ലേ, സെക്കൻഡ് ഇയറിൽ വരുന്നത്. അപ്പോൾ നമ്മൾ തേർഡ് ഇയറിൽ പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് മെർലിൻ പറയാമോ?
തേർഡ് ഇയറിൽ ഞാനിപ്പോൾ കറൻ്റ്ലി തേർഡ് ഇയർ ആണ് പഠിക്കുന്നത്. അപ്പം തേർഡ് ഇയറിൽ പഠിക്കാനുള്ളത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, പിന്നെ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, പിന്നെ സൈക്കാട്രിക് നഴ്സിംഗ്. അപ്പം നമുക്ക് സൈക്കാട്രിക് നഴ്സിങ്ങിൻ്റെ പോസ്റ്റിംഗ് കഴിഞ്ഞു. അത് വിവേക ഹോസ്പിറ്റലിൽ ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഇവിടെ അടുത്തുള്ള PHC സെൻറ്ററിലാണ്, സരസ്വതിപുരം. പിന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം നടക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റിയുടെയും നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ ആണ്. അതാണ് 2 യൂണിവേഴ്സിറ്റി എക്സാം ഉള്ളത്. മൊത്തത്തിലുള്ള നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിനെ കുറിച്ച്, ലാബ് അങ്ങനെയുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് ജിബിനൊന്ന് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ വരുമ്പോൾ തന്നെ നമുക്ക് അനാട്ടമി ഫിസിയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ലാബ് ഫെസിലിറ്റി തന്നു തുടങ്ങിയത്. കാരണം നമ്മൾ +2 കഴിഞ്ഞ് നമുക്ക് വരുമ്പോൾ മെയിനായിട്ട് നമ്മളെക്കുറിച്ച് നമുക്ക് ആകെപ്പാടെ അറിയാവുന്നത് ഹ്യൂമൻ ബോഡിയുടെ ഒരു ഔട്ടർ സ്ട്രക്ചറിനെ കുറിച്ച് തന്നെയായിരിക്കും, അനാട്ടമീനെ കുറിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് അതാണ് ഇവിടെ തൊട്ട് നമുക്ക് ബേസിക് പറഞ്ഞു തരാൻ തുടങ്ങുന്നത്. അതിനുവേണ്ടി തന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള അനാട്ടമി ലാബ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മൾ ബേസിക് വൈറ്റൽസ്, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന വൈറ്റൽസ് ആണല്ലോ. അപ്പോൾ അങ്ങനെയായിട്ടുള്ള ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നത്, പിന്നെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് ഇയർ കിട്ടുന്ന ലാബ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ഒരു ആദ്യത്തെ 2-3 മാസത്തെ തിയറി ക്ലാസ്സിന് ശേഷം നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് എക്സ്പോഷർ കിട്ടി തുടങ്ങി, അതായത് ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടി തുടങ്ങി. അപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം മീൻസ് ആദ്യത്തെ പോസ്റ്റിംഗ് ആണല്ലോ, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമ്മളെ നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് ഓറിയൻറ്റേഷനൊക്കെ തന്നത്, അതായത് ഹോസ്പിറ്റൽ വാർഡ് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എക്സ്പോഷറൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ വിടുകയാണ്. അതായത് ഇപ്പോൾ ആദ്യമായിട്ട് ഒരാളെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇവിടുത്തെ നഴ്സുമാർ തന്നെയാണ്. നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു നഴ്സുമാർ. ഇപ്പം നമ്മളിപ്പോൾ പേഷ്യൻ്റെ അടുത്ത് പോകുകയാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ അവരോട് എന്ത് ചെയ്യണം, അതായത് ഇപ്പം ചെല്ലുമ്പോൾ തന്നെ അവരോട് പേര് ചോദിക്കണം, എപ്പോഴാണ് അഡ്മിറ്റ് ആയത്, പിന്നെ എന്താണ് അവരുടെ കേസ്, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. പേഷ്യൻ്റായിട്ട് നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യണം, എങ്കിലേ പേഷ്യൻ്റ് നമ്മളുമായിട്ട് ഒരു കംഫർട്ട് അവർക്കുണ്ടാവും. അതൊക്കെയാണ് നമുക്ക് ആദ്യം തന്നെ ഇവിടുന്ന് നഴ്സുമാർ പറഞ്ഞത്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് ചെല്ലുവാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. അതായത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അതാണ് നമ്മളെ നഴ്സുമാർ ആദ്യം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പോസ്റ്റിങ് നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നഴ്സുമാർ ഓരോ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളിപ്പം ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും മടി വിചാരിച്ചിരിക്കുമായിരിക്കും. പക്ഷേ നഴ്സുമാർ എന്ത് ചെയ്യും, വരാൻ പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോകും. ആദ്യമൊക്കെ നമുക്ക് വിചാരിക്കും ഇവർക്ക് എന്ത് ഇതാണ്, ഇവരുടെ ജോലിയല്ലേ, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും. പക്ഷേ ഇവർ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ഇത് കാണിച്ചു തരും. പിന്നെയാണ് അത് മനസ്സിലായത് അത് നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ള കാര്യം നമുക്ക് പിന്നെയാണ് കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഇഞ്ചക്ഷൻ കിട്ടാൻ പഠിച്ചോ? അതൊക്കെ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ എടുക്കാൻ പേടി ഉണ്ടായിരുന്നോ? അത് നല്ലപോലെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഫസ്റ്റത്തെ പോസ്റ്റിംഗ് സമയത്ത് നമ്മളെ കാണിച്ചു തരും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പോസ്റ്റിംഗ് തൊട്ട് തുടങ്ങുമ്പം നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷേ കൈയെല്ലാം കിടന്ന് വിറയ്ക്കുമായിരിക്കും. പക്ഷെ അവർ തന്നെ നമുക്കൊരു മെൻ്റൽ സപ്പോർട്ടെല്ലാം തന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതൊക്കെ അതായത് ഇപ്പം ഇഞ്ചക്ഷൻ കൊടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡ്രിപ്പ് ഇടാനൊക്കെ ആണെങ്കിലും അവർ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത് തന്നെ. പിന്നെ നമുക്ക് ഇവിടുന്ന് ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. അതൊക്കെ പോസ്റ്റിംഗ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ലാബിൽ നിന്ന് നമുക്കിവിടെ ഡമ്മി അവൈലബിൾ ആണ്. അപ്പോൾ അതിലും നമുക്ക് ചെയ്തു തരും. ആദ്യം ഡമ്മിൽ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ റിയൽ ബോഡിയിൽ ചെയ്യുന്നത് അല്ലേ? നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് നഴ്സുമാർ അത് പറഞ്ഞുതരും. നമ്മൾ എന്നിട്ട് ഇന്നോലെ ഒന്ന് പറയും, ഇന്നോലെ ചെയ്ത് കാണിച്ചെന്ന് ടീച്ചേഴ്സിനോട് പറയും. അന്നേരം പറയും നിങ്ങൾ ചെയ്തായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം പറയും ഇല്ല, അവരെ സ്റ്റാർട്ടിങ് അല്ല അതുകൊണ്ട് തന്നില്ല എന്ന് പറയും. അന്നേരം അവിടെ ടീച്ചേഴ്സ് പറയും ഓക്കെ ഇവിടുത്തെ മാനിക്യൂർ അവൈലബിൾ ആണ്, അതിൽ ചെയ്ത് പഠിച്ചോളാൻ പറഞ്ഞിട്ട് നമ്മളെ കാണിച്ചു തരും. അങ്ങനെയാണ് ചെയ്ത് പഠിക്കുന്നത് ആദ്യം തന്നെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഇഞ്ചക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ പ്രഷർ നോക്കാനോ ഒക്കെ ഏകദേശം ഒരു 50-60% നമുക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നിങ്ങൾക്ക് 4th ഇയർ ആണ് ഉള്ളത്. അപ്പൊ 4th ഇയറിൽ കൂടുതലും പ്രാക്ടീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അതെ, നമുക്ക് 4th ഇയറിൽ 2 സെമ്മായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഇയർ തൊട്ട് നമുക്ക് സെം വൈസ് ആണ് വരുന്നത്. ലാസ്റ്റത്തെ ഇയർ നമുക്ക് വരുന്നത് 7th സെം ആൻഡ് 8th സെം ആണ്. ഇതിൽ 7th സെം ആണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന 8th സെം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആയിരിക്കും. അതായത് നമ്മളിപ്പം ഫസ്റ്റ് ഇയർ തൊട്ട് പഠിച്ച സബ്ജക്ട്സിനുള്ള പോസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് തരുന്നത്. അതായത് ഇവിടെ നമ്മുടെ തന്നെ ഹോസ്പിറ്റലിൽ തരും, പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, സൈക്കാട്രി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ലാസ്റ്റത്തെ ഒരു 6 മന്ത് ഫുൾ പോസ്റ്റിംഗ് ആയിട്ടായിരിക്കും. ഈ സൈക്കാട്രി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴേ പേടി ഉണ്ടായിരുന്നോ?
എന്തായിരുന്നു അനിറ്റയുടെ എക്സ്പീരിയൻസ്? ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സെല്ലിൽ കിടക്കുന്ന പേഷ്യൻസ് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഞങ്ങൾ ഉപദ്രവിക്കും, അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടുത്തെ പേഷ്യൻസ് അങ്ങനെ സെല്ലൊന്നും അല്ല, ബട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ കൗൺസിലിങ് ആ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. അവർ ഓരോരോ പേഷ്യൻസിനെ പറ്റി ഞങ്ങൾക്ക് ഒരു ടോട്ടൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം അത് വെച്ചാണ് ഞങ്ങൾ അവരോട് പെരുമാറുക. ആൻഡ് അവർ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. എല്ലാ കണ്ടീഷനും എന്താണെന്നൊക്കെ പറഞ്ഞു തരും. പിന്നെ ഞങ്ങൾ പേഷ്യൻസുമായിട്ട് നല്ല ഇൻട്രാക്ഷൻ ആയിരുന്നു, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഞങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പിന്നെ അവർക്ക് കുറേ ആക്ടിവിറ്റീസ്, കുറേ ഹോം വർക്ക്സ്, പിന്നെ അവരുടെ ആക്ടിവിറ്റി ടൈമിൽ ഞങ്ങളും അവരോടൊപ്പമാണ്. ഇപ്പോൾ കളിക്കുമ്പോൾ ഞങ്ങളും അവരോടൊപ്പം കളിക്കും. പിന്നെ ഞങ്ങളുടെ കൂടെ MSc സ്റ്റാഫ്, ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മാം ഞങ്ങളുടെ കൂടെ വന്നായിരുന്നു പോസ്റ്റിങ്ങിന്. ആ ഒരു 1 month ഫുള്ള് മാം ഞങ്ങൾക്കുണ്ടായിരുന്നു. മാമും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ മാം ഞങ്ങൾക്ക് ഓരോ കേസൊക്കെ വരുമ്പം അതെന്താണ്, അതിനെപ്പറ്റി എന്താ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ആ കാര്യങ്ങളൊക്കെ തരും. പിന്നെ ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഓരോരോ തെറാപ്പി, ഓരോരോ പേഷ്യൻസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, അവരുടെ ആ ഒരു ബിഹേവിയർ, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് അങ്ങനെ സൈക്കാട്രി പോസ്റ്റിങ്ങിന് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഒരു ഡൗട്ടായിരിക്കും. സോ ഇവിടെ കന്നഡയാണ്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നത് ഫുൾ ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? ഇംഗ്ലീഷ് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. കാരണം ഇവിടെ മലയാളി ടീച്ചേഴ്സ് അവൈലബിൾ ആണ്, ബട്ട് എങ്കിലും അവർ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഇംഗ്ലീഷിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ഫസ്റ്റ് സെമ്മിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ തന്നുകൊണ്ടിരുന്നു. അതിന് വേറെ തന്നെ ഒരു മാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റാഫ് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്രാമർ, സ്പോക്കൺ ഇംഗ്ലീഷ്, അങ്ങനത്തെ ക്ലാസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ പേഷ്യൻസിനോട് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്ക് കന്നഡ തന്നെ വേണം. അവർക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ കന്നഡയും ഞങ്ങളെ ഇവിടുന്ന് മാമുമാർ പഠിപ്പിച്ചിട്ടുണ്ട്. കന്നഡ മാമുമാർ ഞങ്ങൾക്ക് കന്നഡ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം സുഖമാണോ, എന്താ കഴിച്ചേ, ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു, പിന്നെ എന്താ പ്രശ്നം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കുറച്ച് ബേസിക് കന്നഡ ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ കൂടുതൽ എക്സ്പോഷർ കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിള്ളേർ വിചാരിക്കുന്നത് LBSൽ കിട്ടാത്ത ആൾക്കാർ മാത്രമാണ് കേരളത്തിന് പുറത്തേക്ക് വരുന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് കൂടുതലൊരു പോയിട്ട് എഴുതാനൊക്കെ കോൺഫിഡൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് ഒരുപാട് ഫോളോ ചെയ്യണം അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ലൈബ്രറിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഇന്ത്യൻ ഓതേഴ്സും ടെക്സ്റ്റ് ബുക്സ് ആണോ അതോ അതൊക്കെ ഉണ്ടോ? അത് പറഞ്ഞു. മോസ്റ്റ്ലി നമുക്ക് ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് എക്സാം ടൈം ആകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമുക്ക് വീക്കിലി എന്തായാലും ഒരു 2 to 3 days നമുക്ക് ലൈബ്രറി എന്ന് പറഞ്ഞൊരു അവർ സ്പെസിഫിക് ആയിട്ട് തന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബുക്സ് റെഫർ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. മീൻസ് ലൈബ്രറിയിൽ നമുക്ക് നമ്മൾ ബാച്ചിൽ തന്നെ ഏകദേശം 40 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രിൻ്റ് ഔട്ട് എടുക്കും, എന്നിട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജിബിന്റെ ആഗ്രഹം എന്താണ്? എവിടെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രീം കൺട്രി ചൂസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പം ന്യൂസിലൻഡിലേക്ക് പോകാൻ ഭയങ്കര നല്ല നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമുക്ക് നല്ല പീസ്ഫുൾ മൈൻഡ് ഒക്കെ കിട്ടും. നേഴ്സുമാരാകുമ്പോൾ നമുക്ക് എവിടെ ഏത് കൺട്രി വേണം സെറ്റിൽഡ് ആവാന്നുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലേ? പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാലറിയും അവിടെ നല്ല ഹൈ ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ന്യൂസിലാൻഡിലേക്ക് പോകണം, നമ്മൾ എന്തെല്ലാം എക്സാംസ് ഒക്കെ നമുക്ക് അറിയാമോ? നമുക്ക് മെയിനായിട്ട് OET എക്സാം പാസ് ആവണം. പിന്നെ അതിനോട് തന്നെ നമുക്ക് ഇപ്പോൾ അവർ പറയുന്നത് 3 to 5 year എക്സ്പീരിയൻസ് നമുക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കയറി എക്സ്പീരിയൻസ് ആക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഡ്രീം കൺട്രി ആണോ? എൻ്റെ ഡ്രീം കൺട്രി ജർമ്മനിയാണ്. അപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ ലാംഗ്വേജ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ 4 level ഓഫ് ലാംഗ്വേജ് ആദ്യമേ പഠിച്ചിട്ട് തന്നെ വേണം പോകാൻ. അപ്പോൾ അതാണ് ഡ്രീം കൺട്രി, അവിടെ ചെന്ന് സെറ്റിൽ ആവുക എന്നുള്ളതാണ്. മെർലിനോ? എൻ്റെ ഡ്രീം കൺട്രി ഓസ്ട്രേലിയ ആണ്. എല്ലാവരും വേറെ വേറെ ആണല്ലേ? ആരും ഇന്ത്യയിൽ നിൽക്കരുത് കേട്ടോ. ഇന്ത്യയിലാണേലും നല്ല ഹോസ്പിറ്റൽ ചൂസ് ചെയ്ത് ജോലി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ എക്സാമൊക്കെ പാസ്സായി വെളിയിൽ പോയി സെറ്റിലാവുക, കുറച്ച് ഏൺ ചെയ്യുക, അതാണിപ്പോൾ ഉള്ളൊരു. പേരൻസ് സപ്പോർട്ട് ചെയ്യുക അല്ലേ? അതന്നെ, നമ്മളെ ഇത്ര നാളെ നോക്കി പേരൻസ് സപ്പോർട്ട് ചെയ്യാം, അതൊക്കെയാണ്. അപ്പോൾ ഒരു BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടിയുടെ കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചു പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുന്നുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു മനസ്സിലായി. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ലാബ് എന്തൊക്കെയായിരിക്കും, അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള പ്രാക്ടീസും ഒക്കെ ഏകദേശം മനസ്സിലായി. അപ്പോൾ താങ്ക് യു ജിബിൻ, അനീറ്റ ആൻഡ് മെർലിൻ. ഓക്കെ, ഗുഡ് ബൈ.